ട്രാഫിക്, രാജേഷ് പിള്ളൈ ഫിലിം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞ് എൻഡ് ക്രെഡിറ്റ്സിൽ രാജേഷ് പിള്ളയുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞു വരുമ്പോൾ തിയേറ്ററുകളിൽ കേട്ട നിലയ്ക്കകത്ത് കൈയടിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് പുറം വീണ്ടും രാജേഷ് പിള്ളയോടൊപ്പം ഒരു സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കും. എനിക്കൊന്ന് മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു വഴിത്തിരിവ് സമ്മാനിച്ച സിനിമയാണ് ട്രാഫിക്. അതേപോലെ തന്നെ സസ്പെൻസ് ത്രില്ലറുകളുടെ ശ്രേണിയിൽ എനിക്കൊന്ന് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം സമ്മാനിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും വേട്ട. ഇതിലെടുത്ത് പറയേണ്ടത് രാജേഷ് പിള്ള, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത്, ഷാൻ റഹ്മാൻ തുടങ്ങിയ മലയാള സിനിമയിലെ പ്രതിഭാധനരായ ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം ലഭിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. എല്ലാവരും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. രാജേഷ് പിള്ള പ്രൂവ് ചെയ്ത ആളാണ്, ഷാൻ റഹ്മാൻ പ്രൂവ് ചെയ്ത ആളാണ്, മഞ്ജു ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും നമുക്കറിയാം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനേതാക്കളുള്ള രണ്ടുപേരാണ്. ശരിക്കും വേട്ട ഒരു മൈൻഡ് ഗെയിമാണ്. മൂന്ന് ആൾക്കാർ തമ്മിൽ, മൂന്ന് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു മൈൻഡ് ഗെയിം, ഒരു ത്രില്ലർ ശ്രേണിയിൽപ്പെട്ടൊരു സിനിമയാണ് വേട്ട. അരുൺലാലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. മനീഷ് ലാല ഇതിൻ്റെ ക്യാമറ കൈകാര്യം. സംവിധായകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ഈ ത്രില്ലർ ശ്രേണിയിൽപ്പെട്ട ജനസിൽപ്പെട്ട സിനിമകൾക്ക് ഒരു ഇമോഷണൽ ഒരു ആംഗിള് കൂടെ അതിലും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് എപ്പോഴും രാജേഷ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമ വെറും ഒരു ത്രില്ലർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള സിനിമ എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങാതെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും ആഴത്തിൽ ഒരു സ്ഥാനമുള്ളത്. അതുപോലെ തന്നെയാണ് വേട്ടയുടെ കാര്യം. എനിക്ക് തോന്നുന്നൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൈൻഡ് ഗെയിം എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസിനെയും കൂടെ അത്രത്തോളം പ്രാധാന്യം കൊടുക്കാനായിട്ട് രാജേഷ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് വീണ്ടും നമുക്കൊരിക്കൽ കൂടെ വേട്ടയിലൂടെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.